10ാം ക്ലാസ്സിലെ 5ാം അധ്യായം സോളിച്ചേഴ്സ് ഓഫ് ഡിഫൻസ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന അധ്യായത്തിലെ SSLC പരീക്ഷയ്ക്ക് വന്ന മുൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി 2017 മോഡൽ എക്സാമിനേഷന് വന്നൊരു ചോദ്യമാണ്. ചിത്രം തന്നിരിക്കുന്നു. ഒരു ശ്വേതരക്താണ് അഥവാ WBCയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമല്ല, എങ്കിലും ചിത്രം പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഒരു പാത്തോജൻ കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ചോദ്യം. ഐഡൻറ്റിഫൈ ദ പ്രോസസ് ആൻഡ് ഡിഫൈൻ ഇറ്റ്. ഈ പറയുന്ന പ്രക്രിയ ഏതാണ്? പേര് മാത്രമല്ല, പ്രക്രിയ നിർവചിക്കാൻ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി ബി, ഐഡൻറ്റിഫൈ എക്സ് എന്ന് പറയുന്ന ഒരു കോശഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കോശാംഗം, ഒരു സെൽ ഓർഗണലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഇൻ ദ പ്രോസസ്. ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ചിത്രമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഇത് പ്രക്രിയയാണ്. ഈ രോഗാണു കോശങ്ങളിലേക്ക് പ്രവേശിച്ച് നശിച്ചു പോകുന്ന പ്രക്രിയ ഏതാണ്? രണ്ട്, എക്സ് എന്ന് പറയുന്ന ആ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രക്രിയയിൽ എക്സിൻ്റെ പങ്ക് വിവരിക്കുക. നമുക്കറിയാം, ഈ ഒരു പ്രക്രിയ അഥവാ പ്രോസസ് ഈസ് നോൺ ആസ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് അല്ലേ. ഫാഗോസൈറ്റോസിസ് ഇസ് ദ പ്രോസസ് ഓഫ് എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് ഓഫ് ജേംസ് ബൈ വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് ഈ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. രണ്ടാമതായി ചോദിച്ചിട്ടുള്ളത്, അതിൽ എക്സ് എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗണൽ അഥവാ കോശാംഗം എന്തിനെ സൂചിപ്പിക്കുന്നു? അതിൻ്റെ ധർമ്മം അഥവാ അതിൻ്റെ പങ്ക് എന്താണ്, അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്നാണ്, അതിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അത് ലൈസോസോം എന്ന് പറയുന്ന ഒരു സെൽ ഓർഗണലിയാണ്. ദ പാത്തജൻസ് ആർ ഡീജനറേറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ബൈ ദ എൻസൈം ഇൻ ലൈസോസോം. ലൈസോസോമിൽ കാണുന്ന പലതരത്തിലുള്ള എൻസൈമുകൾ ഉപയോഗിച്ചാണ് ഈ രോഗാണുവിനെ അഥവാ പാത്തജനെ ഈ ശ്വേതരക്താണു അഥവാ WBC നശിപ്പിക്കുന്നത്. അങ്ങനെ അതിനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് കോശത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്നു. ഈ പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് അറിയപ്പെടുന്നത്. അതേ വർഷം തന്നെ മോഡൽ എക്സാമിനേഷൻ വന്ന മറ്റൊരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. പ്ലാന്റ്സ് ആൾസോ ഹാവ് ഡിഫൻസ് മെക്കാനിസം. അതിനെ രണ്ട് എവിഡൻസ് ചോദിച്ചിരിക്കുകയാണ്. സസ്യങ്ങളിലും രോഗപ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ, പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതിന് രണ്ട് തെളിവുകളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാക്സ് കവറിങ്, അതോടൊപ്പം തന്നെ ക്യൂട്ടിക്കിൾ, മെഴുകുകൊണ്ടുള്ളൊരു ആവരണമുണ്ട്. അതുപോലെ തന്നെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു പദാർത്ഥവും. പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ് ത്രൂ ലീവ്സ്. ഇലകളിൽ കാണുന്ന വാക്സ് കോട്ടിങ്ങും ക്യൂട്ടിക്കിളും ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്നു. അടുത്തതായി ബാർക്ക് അഥവാ പുറന്തൊലിയിൽ എന്താണുള്ളത്? പ്രൊട്ടക്ട്സ് ദ ഇന്നർ സെൽസ് ഫ്രം ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് പാത്തജൻസ്. ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്നും ശക്തമായൊരു കാവലായി സംരക്ഷിക്കുന്ന ഒരു ബാർക്ക് അഥവാ പുറന്തൊലിയുണ്ട്. ഇത്തരം ഭാഗങ്ങളാണ് സസ്യങ്ങളിൽ രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ പ്രതിരോധ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നത്. അടുത്തായി SSLC എക്സാമിനേഷന് 2017 SSLC എക്സാമിനേഷൻ വന്നൊരു ചോദ്യമാണ്. ഫാഗോസൈറ്റോസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ജേംസ് ആർ swallowed ആൻഡ് ഡിസ്ട്രോയിഡ്. Make a flowchart showing the phagocytosis of a pathogen based on the indications given below. അതായത് ക്രമം തെറ്റി തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത്. ആ പറയുന്ന ക്രമം ശരിയാക്കി എഴുതുക എന്നതാണ്. അത് നമുക്ക് എന്തെല്ലാമാണ് കാണുന്നത്? ജേംസ് ആർ കണ്ടെയ്ൻഡ് ഇൻ മെംബ്രെയിൻ സാക്സ് ആണ് തന്നിരിക്കുന്നത്. രോഗാണുക്കളെ സ്തരസഞ്ചികളിലാക്കുന്നു. എൻസൈംസ് ഇൻ ദ ലൈസോസോം ഡിസ്ട്രോയ് ജേംസ്. ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ദ മെംബ്രെയിൻസ് അറ്റാച്ച് ടു ദ ലൈസോസോം. സ്തരസഞ്ചികൾ ലൈസോസോമുമായി ചേരുന്നു. ഫാഗോസൈറ്റ്സ് അപ്രോച്ച് ജേംസ്. ഫാഗോസൈറ്റുകളായ WBC അഥവാ ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ സമീപിക്കുന്നു. അവസാനമായി വേസ്റ്റ് ഈസ് എക്സ്പെൽഡ്. അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നു. അപ്പോൾ ഇതൊന്ന് ക്രമത്തിലാക്കി എഴുതുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. രണ്ടാമതായി റൈറ്റ് ദ നെയിംസ് ഓഫ് 2 ഫാഗോസൈറ്റ്സ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ്. രക്തത്തിലെ വിവിധ WBCകളിൽ ഫാഗോസൈറ്റുകളായി പ്രവർത്തിക്കുന്ന WBC ഏതൊക്കെയാണ് എന്നാണ് രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യമായി എന്ന ചോദ്യത്തിൽ ചർച്ച ചെയ്യാം. കൃത്യമായി ക്രമമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫാഗോസൈറ്റ്സ് അപ്രോച്ച് ജേംസ്. ആദ്യമായി എന്ത് സംഭവിക്കുന്നു? നാലാമത്തെ പോയിന്റാണ് ആദ്യമായിട്ടുള്ള പോയിന്റ്. ഫാഗോസൈറ്റുകൾ രോഗാണുക്കൾക്ക് അടുത്തെത്തുന്നു. ദെൻ ദ ജേംസ് ആർ കണ്ടെയ്ൻഡ് ഇൻ മെംബ്രെയിൻ സാക്സ്. കോശത്തിനുള്ളിലെ പ്രത്യേക തരത്തിലുള്ള, നമ്മൾ മുമ്പത്തെ ചിത്രത്തിൽ കണ്ടിരുന്നു, ആ ചിത്രത്തിലെ പോലെയുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു തരം മെംബ്രെയിൻ സാക്ക് അഥവാ സ്തരസഞ്ചികളിലെ ആക്കി മാറ്റുന്നു. അതിനുശേഷം ദ മെംബ്രെയിൻസ് അറ്റാച്ച് ടു ദ ലൈസോസോം.
എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ മുൻ ചോദ്യത്തിൽ കണ്ട ലൈസോസോം എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള സെൽ ഓർഗനൽ അഥവാ കോശാംഗവുമായി അത് ചേരുന്നു. ദെൻ എൻസൈംസ് ഇൻ ദ ലൈസോസോം ഡിസ്ട്രോയ് ജെംസ്. ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അവസാനമുണ്ടാകുന്ന വേസ്റ്റ് ഈസ് എക്സ്പെൽഡ്. അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നു. ഇതാണ് കൃത്യമായ ഒരു ക്രമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുസ്തകത്തിൽ ഇതുപോലെ തന്നെയാണ് ചെറിയ മാറ്റങ്ങൾ മുൻകാല പുസ്തകത്തിലുണ്ടായിരുന്നു. അത്തരം മാറ്റങ്ങളാണ് നമ്മളിവിടെ കണ്ടതെങ്കിലും നമുക്ക് വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രക്തത്തിൽ കാണപ്പെടുന്ന 2 ഫാഗോസൈറ്റുകളുടെ പേരെഴുതുക. നമുക്കറിയാം 2 ഫാഗോസൈറ്റുകൾ നമ്മൾ പഠിച്ചതാണ്. മോണോസൈറ്റ് അതുപോലെ ന്യൂട്രോഫിൽ എന്നീ 2 തരം, ആകെ 5 തരം WBCയിൽ ഫാഗോസൈറ്റുകളായി പ്രവർത്തിക്കുന്നത് മോണോസൈറ്റും അതുപോലെ ന്യൂട്രോഫിലും ആണ്. ഇനി അതേ വർഷം തന്നെ SSLC എക്സാമിനേഷൻ എന്ന മറ്റൊരു ചോദ്യമാണ്. വളരെ ആധുനിക സാങ്കേതിക വിദ്യകളെ പറ്റി പരാമർശിക്കുന്ന ഒരു ഭാഗമാണ്. ഗ്രൂപ്പ് എയിൽ തന്നിരിക്കുന്നത് 5 പ്രധാനപ്പെട്ട ഡയഗ്നോസ്റ്റിക് ടൂളുകളാണ്. ഏതൊക്കെയാണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം, CT സ്കാനർ, ഇലക്ട്രോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട് സ്കാനർ, MRI സ്കാനർ. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇലക്ട്രോ എൻസെഫലോഗ്രാം, CT സ്കാനർ, ഇലക്ട്രോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട് സ്കാനർ, MRI സ്കാനർ. ഇനി അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഭാഗങ്ങളാണ്? കൃത്യമായി തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ഈക്വലായിട്ടുള്ള സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ നിന്ന് ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയമായി ബന്ധപ്പെട്ട് നോക്കാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു. അൾട്രാസൗണ്ട് സ്കാനറിൻ്റെ പ്രത്യേകത ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. CT സ്കാനർ കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി സ്കാനർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിനുപയോഗിക്കുന്നു ടു ഗെറ്റ് 3-dimensional വിഷ്വൽസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ യൂസിങ് എക്സ്റേസ്. എക്സ്റേ ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ വികിരണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് അപകടകാരിയായിട്ടുള്ള ഒരു സ്കാനിങ് ആണ് CT സ്കാനിങ് എന്ന് പറയുന്നത്. എന്നാൽ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള സ്കാനിങ് ആണ് MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ. ഇവിടെ മാഗ്നറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് റേഡിയേഷൻ അഥവാ വികിരണ പ്രശ്നങ്ങളൊന്നുമില്ല. ടു ഗെറ്റ് 3-dimensional വിഷ്വൽസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്. കുറച്ചുകൂടി മലയാളത്തിലാണെങ്കിൽ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനാണ് EEG ഉപയോഗിക്കുന്നത്. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ECG ഉപയോഗിക്കുന്നു. അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ പറ്റിയെല്ലാം പഠിക്കുന്നതിന് സഹായിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനർ. യാതൊരു വിധത്തിലുള്ള വികിരണ പ്രശ്നങ്ങളും ഇല്ലാത്തതാണ് അൾട്രാസൗണ്ട് സ്കാനർ. അതുപോലെ തന്നെ വ്യക്തമായൊരു 3D ചിത്രം ലഭിക്കാൻ ഉപയോഗിക്കുന്ന, മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ CT സ്കാനർ എക്സ്റേ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് അപകടകാരിയാണ്. എന്നാൽ MRI സ്കാനർ കാന്തം ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് റെസൊണൻസിങ് ഇമേജിംഗ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തതായി മോഡൽ എക്സാമിനേഷൻ 2018 വന്നൊരു ചോദ്യമാണ്. എ പേഴ്സൺ സിവിയർലി ഇഞ്ചേർഡ് ഇൻ ആൻ ആക്സിഡൻറ്റ് നീഡ്സ് ബ്ലഡ്. അപകടം ഗുരുതരമായി പരിക്കേറ്റ ഒരാൾക്ക് രക്തം ആവശ്യമായി വന്നിരിക്കുകയാണ്. ആൻറ്റിജൻ ഐ ഈസ് ഡിറ്റക്റ്റഡ് ഇൻ ഹിസ് ബ്ലഡ് ഓൺ ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിൽ ആൻറ്റിജൻ A ആണ് അദ്ദേഹത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദിസ് പേഴ്സൺ. വ്യക്തിയുടെ രക്തഗ്രൂപ്പ് ഏതാണ്? B. ഫ്രം ദ ഫോളോയിങ് പേഴ്സൺസ് ഹൂസ് ബ്ലഡ് ക്യാൻ ബി റിസീവ്ഡ് ബൈ ഹിം. 3 തരം ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്. ഇതിൽ ആരുടെ രക്തമാണ് ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുക? അപ്പോൾ നമുക്ക് വ്യക്തമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചിത്രം ഉപയോഗിച്ച് കണ്ടെത്താം. ആൻറ്റിജൻ A ആയതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പുകൾ അദ്ദേഹത്തിന് തന്നിട്ടുള്ള A ഗ്രൂപ്പിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം A ഗ്രൂപ്പുകാരന് A ഗ്രൂപ്പിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ സാധിക്കും. എന്നാൽ പിന്നീട് പറയുന്ന B ഗ്രൂപ്പിൽ ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Iയുമാണുള്ളത്. അത് ഒരേ പേരുള്ള ആൻറ്റിബോഡി വന്നാൽ അവിടെ നമുക്കറിയാം രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ A ഗ്രൂപ്പുള്ള വ്യക്തിക്ക് B എന്ന ആൻറ്റിബോഡിയാണുള്ളത്. B എന്ന ആൻറ്റിജൻ വരുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് B ഗ്രൂപ്പ് സാധിക്കില്ല. അതുപോലെ തന്നെ AB ഗ്രൂപ്പിൽ നിന്ന് രക്തം സ്വീകരിക്കുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നു. AB ഗ്രൂപ്പിലുള്ള വ്യക്തിക്ക് മറ്റുള്ളവരുടെ രക്തം സ്വീകരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ആൻറ്റിബോഡി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അപകടമാണ്. അപ്പോൾ ഇവിടെ സ്വീകരിക്കാൻ പറ്റുന്ന രക്തം A ഗ്രൂപ്പ് രക്തം തന്നെയാണ് ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തതായി ആൻറ്റിബയോട്ടിക്സ് ആർ ഇഫക്റ്റീവ് മെഡിസിൻസ്. ദ റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻസ് അഗേൻസ്റ്റ് ആൻറ്റിബയോട്ടിക്സ്. അതായത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു പാർശ്വഫലമാണ് തന്നിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ
ആ രോഗാണുക്കൾക്ക് അതിനെതിരെ പ്രതിരോധശേഷി കൈവരുന്നു. പിന്നീട് ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു പാർശ്വഫലമാണ്. ചോദ്യം ഇതാണ്: ആൻറ്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മറ്റ് 2 പാർശ്വഫലങ്ങൾ. നമുക്ക് മൊത്തത്തിൽ 3 പാർശ്വഫലങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് തന്നിരിക്കുന്നത്. അടുത്തത് എന്താണ്? ഡിസ്ട്രോയ്സ് ദി യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ബാക്ടീരിയകളെ ഉപകാരികളായ ധാരാളം ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തിലുണ്ട്. അവ നശിക്കുന്നതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ദോഷമാണ്. അടുത്തത് റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി. ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നതിനും കാരണമാകും. സ്ഥിരമായ ഉപയോഗം അത്ര നല്ലതല്ല. അടുത്തായി 3 പദാർത്ഥങ്ങൾ, സസ്യങ്ങളിൽ കാണുന്ന രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന 3 പദാർത്ഥങ്ങളാണ് തന്നിരിക്കുന്നത്. ലിഗ്നിൻ, ബി കാലോസ്, സി ക്യൂട്ടിക്കിൾ. ഇത്തരം പദാർത്ഥങ്ങൾ, ഈ സബ്സ്റ്റൻസുകൾ എങ്ങനെയാണ് സസ്യങ്ങളെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായി ലിഗ്നിനെ പറ്റി നമുക്ക് പറയാം. ലിഗ്നിൻ പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ സെൽ വാൾ. ലിഗ്നിൻ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു. അതുകൊണ്ട് രോഗാണുക്കൾക്ക് കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ബി ദ ജെംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ആർ പ്രിവെന്റഡ് ഫ്രം എൻറ്ററിങ് ത്രൂ ദ സെൽ മെംബ്രെയിൻ ബൈ കാലോസ്. കാലോസിനെ പറ്റിയാണ് പറയുന്നത്. കാലോസ് എന്ന് പറയുന്നത് കോശഭിത്തിക്കുള്ളിൽ കോശസ്ഥലത്തിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് കാലോസ്. ഒരു പോളിസാക്കറൈഡ് ആണ്. അത് സെൽവാളിൽ നിന്നുണ്ടാകുന്ന ഒരു പോളിസാക്കറൈഡ് ആണ്. അത് എന്ത് ചെയ്യുന്നു? ഭിത്തി ഭേദിച്ച് ഉള്ളിലേക്ക് വരുന്ന രോഗാണുക്കളെ കോശസ്ഥലത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയുന്നു. അടുത്ത ക്യൂട്ടിക്കിളാണ്. ക്യൂട്ടിക്കിൾ പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് ജെംസ് ത്രൂ ലീവ്സ്. ഇലകളെ പൊതിഞ്ഞ് കാണുമെന്ന് പറഞ്ഞിരുന്നു. ഇലകളെ പൊതിഞ്ഞ് കാണുന്ന ക്യൂട്ടിക്കിൾ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്നു. അടുത്ത ചോദ്യം 2019 മോഡൽ എക്സാമിനേഷൻ വന്നൊരു ചോദ്യമാണ്. രക്തം കട്ടപിടിക്കുന്ന ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ത്രോംബോപ്ലാസ്റ്റിനാണ് പ്രവർത്തിക്കുന്ന എൻസൈം. ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ത്രോംബിനാണ്. ദെൻ രണ്ടാമത് മറ്റൊരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഫൈബ്രിനോജൻ മറ്റൊരു വസ്തുവായി മാറുന്നു. ബി ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായി നമുക്ക് 3 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ബി ഹൗ ഡസ് ത്രോംബോപ്ലാസ്റ്റിൻ ഫോം. എങ്ങനെയാണ് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാകുന്നത്? സി ഹൗ ഡസ് ദ മോളിക്യൂൾ ലാബിൾഡ് ബി. ബി എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ല. ബി എന്ത് ചെയ്യുന്നു? ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്. അതായത് എ ബി എന്നിവ തിരിച്ചറിയുക. ത്രോംബോപ്ലാസ്റ്റിൻ രൂപപ്പെടുന്നത് എങ്ങനെ? ബി എന്ന തന്മാത്ര രക്തക്കട്ട രൂപപ്പെടാൻ സഹായമാകുന്നത് എങ്ങനെ? നമുക്കറിയാം ത്രോംബിൻ എന്നതിൻ്റെ പ്രവർത്തനരഹിതമായ രൂപമാണ് പ്രോത്രോംബിൻ. അപ്പോൾ പ്രോത്രോംബിൻ ത്രോംബോപ്ലാസ്റ്റിൻ്റെ പ്രവർത്തന ഫലമായി ത്രോംബിനായി മാറുന്നു. ഇവിടെ എന്ന് പറയുന്നത് പ്രോത്രോംബിൻ എന്ന ഒരു എൻസൈമാണ്. അതാണ് ത്രോംബിനായി മാറുന്നത്. ഇനി രണ്ടാമതായി പറയുന്നത് എന്താണ്? ഫൈബ്രിനോജൻ എന്തായി മാറുമ്പോഴാണ് രക്തക്കട്ട രൂപം കൊള്ളുന്നത്? ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോമാണ്. അതിൻ്റെ ആക്റ്റീവ് രൂപമാണ് ഫൈബേഴ്സ്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ ഫൈബ്രിനായി മാറുമ്പോൾ, ത്രോംബിൻ്റെ പ്രവർത്തന ഫലമായി ഫൈബ്രിനായി മാറുമ്പോഴാണ് അതിൽ മറ്റ് രക്തകോശങ്ങൾ വന്നടിയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും എന്താണ് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്ത ഹൗ ഡസ് ത്രോംബോപ്ലാസ്റ്റിൻ ഫോം. ഈ പറയുന്ന ത്രോംബോപ്ലാസ്റ്റിൻ എൻസൈം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? അതാണ് അടുത്തായി ചോദിച്ചിരിക്കുന്നത്. വെൻ വൂണ്ട് ഒക്കേഴ്സ്. ഒരു പ്രദേശത്ത് മുറിവുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്, കലകളും പ്ലേറ്റ്ലെറ്റുകളും എന്ത് ചെയ്യുന്നു? ശിഥിലീകരിച്ച് നശിക്കുമ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി അഥവാ എൻസൈം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ബി എന്ന തന്മാത്ര രക്തക്കട്ട രൂപപ്പെടാൻ സഹായമാകുന്നത് എങ്ങനെ? ബി എങ്ങനെയാണ് സഹായിക്കുന്നത്? ദ റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ് entangled in the network of fibrin fibers to form the blood clot. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ടയുണ്ടാകുന്നു. അങ്ങനെ രക്തം പുറത്തേക്ക് പോകുന്നത് തടയുന്നു. രോഗാണുക്കളിലേക്ക് പ്രവേശിക്കുന്നതും തടയപ്പെടുന്നു. അടുത്ത ചോദ്യം മോഡൽ എക്സാമിനേഷൻ 2019. വൈറ്റ് ബ്ലഡ് സെൽസ് ഹാവ് എ റോൾ ഇൻ ആൻ ഇൻക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. ശരീര താപനില ഉയരുന്നതിൽ ശ്വേതരക്താണുക്കൾക്ക് പങ്കുണ്ട്. എ ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? സമ്മതിച്ചാൽ പോരാ, ഗിവ് റീസൺ, കാരണം പറയേണ്ടതുണ്ട്. ബി ഹൗ ഡസ് ദ റൈസ് ഇൻ ദ ബോഡി ടെമ്പറേച്ചർ അഡ്വാൻറ്റേജസ് അറ്റ് സർട്ടൻ ഒക്കേഷൻസ്. ഇത് ശരീരത്തിന് പല സന്ദർഭങ്ങളിലും പ്രയോജനകരമാകുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് പ്രയോജനമാകുന്നത്? അപ്പോൾ നമുക്ക് ആദ്യമായി എന്ന ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ പറയുന്ന ശരീര താപനില ഉയരുന്നതിൽ WBCക്ക് പങ്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും പങ്കുണ്ട്, നമുക്കറിയാം. യെസ്. എങ്ങനെയാണ്? ദ പ്രസൻസ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാത്തജൻസ് സ്റ്റിമുലേറ്റ്സ് ദ വൈറ്റ് ബ്ലഡ് സെൽസ്. എന്താണ്ടാവുന്നത്? ശരീരത്തിലേക്ക് എത്തുന്ന രോഗാണുക്കളെയോ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു. അങ്ങനെയാണ് ശ്വേതരക്താണുക്കൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നത്.
അടുത്തതായി ബി എന്ന ചോദ്യം, ചില സന്ദർഭങ്ങളിൽ ശരീര താപനില ഉയരുന്നത് പ്രയോജനകരമാകുന്നത് എങ്ങനെ? രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീര താപനില ഉയരുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ദ റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തജൻസ്. രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. അവയെ കൊല്ലുന്നില്ലെങ്കിലും അവയുടെ എണ്ണം കൂടുന്നതിനെ തടയുന്നു. അതുമാത്രമല്ല, ഇറ്റ് ആൾസോ ഇൻക്രീസ് ദ ഇഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൻ്റെ, അതായത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലപ്രാപ്തി കൂട്ടുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണ് രോഗാണു സംക്രമണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം താപനില ഉയർത്തുന്നത്. ഓക്കെ, മോഡൽ എക്സാമിനേഷൻ എന്ന മറ്റൊരു ചോദ്യമാണ്. 2 രക്തകോശങ്ങൾ, 2 WBC തന്നിട്ടുണ്ട്. ഒന്ന് എ, ഒന്ന് ബി. എയുടെ പ്രവർത്തനം ഡിസ്ട്രോയ്സ് ക്യാൻസർ സെൽസ് ആണ്. ആ ഒരു ക്ലൂ വെച്ച് നമ്മളതിനെ കണ്ടെത്തണം. ബിയുടെ പ്രവർത്തനം ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ദ ആൻറ്റിജൻസ്. ഇത് തരം WBC ആണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഐഡൻറ്റിഫൈ സെൽസ് എ ആൻഡ് ബി. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ഉത്തരം നൽകേണ്ട ഒരു ചോദ്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഇത് രണ്ടും ചിത്രം കൊടുത്തത് കണ്ടറിയാം. നമുക്ക് ലിംഫോസൈറ്റുകളാണ്. 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന ലിംഫോസൈറ്റുകൾ T ലിംഫോസൈറ്റുകളാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ബി ലിംഫോസൈറ്റുകളുണ്ട്. ബി ലിംഫോസൈറ്റുകൾ ചെയ്യുന്നത് ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ദ ആൻറ്റിജൻസ്. അങ്ങനെയാണ് എയും ബിയും നമ്മൾ കണ്ടെത്തി. ഇനി അടുത്തായി പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് എനി അതർ ആക്ടിവിറ്റി ഓഫ് എ ആൻഡ് ബി ടു ഡിസ്ട്രക്ട് പാത്തജൻസ്. ഓരോന്നിൻ്റെയും 3 വീതം പ്രവർത്തനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. മറ്റേതെങ്കിലും ഓരോ പ്രവർത്തനം കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആദ്യമായി T ലിംഫോസൈറ്റുകൾ നമുക്കിവിടെ 2 പറയുന്നുണ്ട്. സ്റ്റിമുലേറ്റ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദ ബോഡി. T ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു? മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അവ രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നു. മറ്റൊരു പ്രവർത്തനം, ഡിസ്ട്രോയ് ദ സെൽസ് അഫക്റ്റഡ് ബൈ വൈറസ്. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കാനും സഹായിക്കുന്നത് T ലിംഫോസൈറ്റുകളാണ്. അടുത്തായിട്ട് ബി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസൻറ്റഗ്രേറ്റിംഗ് ദെയർ സെൽ മെംബ്രെയിൻ. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. മറ്റൊരു പ്രവർത്തനം കൂടി പറയുന്നുണ്ട്, ഡിസ്ട്രോയ് ദ പാത്തജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അങ്ങനെ 3 വീതം പ്രവർത്തനങ്ങളാണ് 2 തരം ലിംഫോസൈറ്റുകൾക്ക് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? സി. ഇവയുടെ പ്രവർത്തനം പ്രത്യേക പ്രതിരോധം എന്നറിയപ്പെടാൻ കാരണം എന്ത്? മറ്റ് രക്തകോശങ്ങളെ അപേക്ഷിച്ച്, മറ്റ് ശ്വേതരക്താണുക്കളെ അഥവാ WBCകളെ അപേക്ഷിച്ച് ഇവ ചെയ്യുന്നത് പ്രത്യേക സ്പെസിഫിക് ആണ്, അല്ലെ സ്പെസിഫിക് ഡിഫൻസ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ഐഡൻറ്റിഫൈസ് the structure of each antigen and destroys it specifically is called specific defense. വെറുതെയല്ല, വരുന്നത് ഏത് രോഗാണുവാണോ ആ ആൻറ്റിജൻ്റെ, ആ രോഗാണുവിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവ ഓരോ ആൻറ്റിജനെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്നത് കൊണ്ടാണ് എന്തറിയപ്പെടുന്നത്? ഇത് സ്പെസിഫിക് ഡിഫൻസ് അഥവാ പ്രത്യേക പ്രതിരോധം എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം. ഓക്കെ, അടുത്തതായി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. SLC എക്സാമിനേഷൻ 2019 വന്നൊരു ചോദ്യമാണ്. കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വിവിധ തരത്തിലുള്ള 4 തരത്തിലുള്ള WBC അഥവാ ശ്വേതരക്താണുക്കൾ തന്നിട്ടുണ്ട്. ഒന്ന് മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ലിംഫോസൈറ്റ് തന്നിട്ടില്ല. ആ 4 എണ്ണത്തിൻ്റെയും ധർമ്മങ്ങൾ തെറ്റി തന്നിരിക്കുന്നു. അവ അനുയോജ്യമായി മാച്ച് ദ ഫോളോയിങ്, അതായത് കൃത്യമായിട്ട് അവയെ ജോഡി ചേർക്കുക എന്നാണ് ജോലി. നമുക്ക് കൃത്യമായി തന്നെ ശരിയായ ഉത്തരത്തിലേക്ക് പ്രവേശിക്കാം. സൗകര്യം പോലെ പതുക്കെ കാണുക. നമുക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് കടക്കാം. ഒന്നാമതായി ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നു? ന്യൂട്രോഫിൽ എൻഗൾഫ്സ് ബാക്ടീരിയ, അല്ലേ? അവയെ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു. സിന്തസൈസസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ബാക്ടീരിയ. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അപ്പോൾ കൃത്യമായി തന്നെ പഠിക്കണം, ശ്രദ്ധിക്കണം. വളരെയധികം ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. അടുത്തായി ബേസോഫിൽ എന്ത് ചെയ്യുന്നു? ബേസോഫിൽ സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അതോടൊപ്പം ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ്. അല്ലെ, രോഗാണുക്കളെ പ്രവേശിക്കുമ്പോൾ അവയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്വേതരക്താണുക്കൾ പ്രവേശിക്കുന്നതിനായി രക്തക്കൊള്ളുകൾ വികസിപ്പിക്കുന്നു. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അഥവാ വീങ്ങൽ പ്രതികരണം ഉണ്ടാകുന്നത്. 3 ഈസിനോഫിൽ സിന്തസൈസസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ്. അല്ല, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. ദെൻ സിന്തസൈസ് കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. നമ്മൾ പറഞ്ഞതാണ്, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഈസിനോഫിൽസിൻ്റെ ധർമ്മമാണ്. ഇനി മോണോസൈറ്റ് നമുക്കറിയാം, എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ് ജെൻസ്. 2 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണ് വിഴുങ്ങി നശിപ്പിക്കുന്നത്, ന്യൂട്രോഫിൽ അതുപോലെ തന്നെ മോണോസൈറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ രക്തകോശത്തിൻ്റെയും ധർമ്മം കൃത്യമായി തന്നെ പഠിച്ചാൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നില്ല. അടുത്തതായി 2019 തന്നെ വന്ന മറ്റൊരു ചോദ്യമാണ്. ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ കൺസെപ്റ്റ്സ് ടു ബി ഇൻക്ലൂഡ് ഇൻ എ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ
ജനറൽ ചോദ്യമാണ്, നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ചോദ്യമാണ്. ബ്ലഡ് ഡൊണേഷൻ രക്തദാനത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട മുഖ്യ ആശയങ്ങൾ ലിസ്റ്റ് ചെയ്യുക. 4 പറഞ്ഞിരിക്കുന്നത്. 1/2 മാർക്ക് വീതം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് കോമണായി പറയാം, ബ്ലഡ് ഡൊണേഷൻ സേവ്സ് പ്രഷ്യസ് ലൈഫ്. രക്തദാനം വിലപ്പെട്ട ജീവൻ രക്ഷിക്കുന്നു. പീപ്പിൾ ഇൻ ദ ഏജ് ഗ്രൂപ്പ്, ഇനിയുള്ള 3 ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് തന്നെയാണ്. പീപ്പിൾ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 18 to 60 ക്യാൻ ഡൊണേറ്റ് ബ്ലഡ്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ബ്ലഡ് ഡൊണേഷൻ ക്യാൻ ബി ഡൺ വൺസ് ഇൻ 3 months. 3 മാസത്തിൽ ഒരിക്കൽ രക്തം ദാനം ചെയ്യാം. ബ്ലഡ് ഡൊണേഷൻ കോസസ് നോ പ്രോബ്ലം ടു ദ ഡോണേഴ്സ് ഹെൽത്ത്. രക്തദാനം ദാതാവിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഇതിന് പുറമേയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഞാനൊരു ഉദാഹരണമായി 4 പോയിന്റുകൾ തന്നിരിക്കുന്നു എന്നുള്ളൂ. അടുത്ത ചോദ്യം, SLC എക്സാമിനേഷൻ 2019. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? ആന്റിബയോട്ടിക്സ്, ദ മിറാക്കുലസ് മെഡിസിൻസ് ഓഫ് 20th century ഹെൽപ്ഡ് എ ലോട്ട് ടു ബ്രിങ് മെനി ഡിസീസസ് അണ്ടർ കൺട്രോൾ, ബട്ട് ദ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് വിത്തൗട്ട് കൺസൾട്ടിംഗ് ഡോക്ടർ ഇസ് നോട്ട് അഡ്വൈസബിൾ. അതായത് വലിയൊരു കണ്ടുപിടുത്തമാണ് 20ാം നൂറ്റാണ്ടിലെ ആന്റിബയോട്ടിക്കുകൾ, നമുക്കറിയാം. എന്നാൽ ഡോക്ടർ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗാഭികാമ്യമല്ല. അപ്പോൾ 2 ചോദ്യങ്ങളാണ്. വൈ ആന്റിബയോട്ടിക്സ് കൺസിഡർഡ് ആസ് മിറാക്കുലസ് മെഡിസിൻസ്. 20ാം നൂറ്റാണ്ടിലെ അത്ഭുത മരുന്നുകളായി ആന്റിബയോട്ടിക്കുകൾ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? അടുത്തതായി, റൈറ്റ് 2 സൈഡ് ഇഫക്ട്സ് ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്കുകളുടെ 2 പാർശ്വഫലങ്ങൾ എഴുതുക. ഒന്ന് പോസിറ്റീവായതും നെഗറ്റീവായതുമായ ചോദ്യമാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. വിത്ത് ദ അഡ്വെന്റ് ഓഫ് ആന്റിബയോട്ടിക്സ്, ആന്റിബയോട്ടിക്കുകളുടെ ആവിർഭാവത്തോടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആൻഡ് റിലേറ്റഡ് ഡെത്ത്സ് ഹാവ് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ്. അല്ലേ? ബാക്ടീരിയൽ രോഗങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, ധാരാളം മരണം സംഭവിച്ചിരുന്നു. സാംക്രമിക രോഗങ്ങളാണ്, നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള മരണങ്ങളെല്ലാം ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ദോഷഫലങ്ങൾ പാർശ്വം നമ്മൾ പറഞ്ഞതാണ്. റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി. വൈറ്റമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. ഡിസ്ട്രസ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. ശരീരത്തിൽ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. അടുത്ത ചോദ്യം നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. അതായത് രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയാണ്. അനലൈസ് ദ ഗിവൺ ഇല്ലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് 1 and 2 സ്യൂട്ടബിളി. സിമ്പിൾ ചോദ്യമാണ്. ത്രോംബിനാവുന്ന പ്രക്രിയയാണ്. ആദ്യഘട്ടമാണ് രക്തം കട്ടപിടിക്കുന്ന ബ്ലഡ് കൊയാഗുലേഷൻ, അത് ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ആദ്യഘട്ടമാണ്. ത്രോംബിനാവുന്നതിന് 3 ഘടകങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു ഘടകം തന്നിട്ടുണ്ട്, വൈറ്റമിൻ കെ. മറ്റുള്ളവർ എന്താണ്? ഒരു ക്ലൂ തന്നിട്ടുണ്ട്. 1 ഒരു എൻസൈമാണ്, 2 ഒരു അയോണാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. നമ്മൾ പഠിച്ചതാണ്. 1 എന്ന് പറയുന്ന എൻസൈം ത്രോംബോപ്ലാസ്റ്റിൻ. ത്രോംബോപ്ലാസ്റ്റിൻ കൺവേർട്സ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. ആക്റ്റീവ് ഫോമായി ത്രോംബിനിലേക്ക് മാറ്റുന്നു. അടുത്തായി അതിന് സഹായിക്കുന്ന ഒരു അയോൺ ഉണ്ട്. അയോൺ ഏതാണ്? കാൽഷ്യം അയോണാണ് അതിന് സഹായിക്കുന്നത്. ഓക്കെ. അടുത്തായി കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിനേഷന് വന്ന ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മൾ കണ്ട പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇസിനോഫിൽ, മോണോസൈറ്റ് തന്നിട്ടുണ്ട്. അതിന് പുറമെ 2 ധർമ്മം തന്നിട്ടുണ്ട്, ഡയലൈറ്റ്സ് ബ്ലഡ് വെസൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. വളരെ നല്ല രീതിയിൽ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസുകളെ കുറിച്ചും അതിൻ്റെ ധർമ്മത്തെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. മറ്റൊന്നൊരു വ്യത്യാസം, കഴിഞ്ഞ ചോദ്യത്തിനൊരു വ്യത്യാസം, ഇവിടെ തന്നിട്ടുള്ള 4 പേരിൽ മുമ്പ് തന്നിരുന്നതിൽ ന്യൂട്രോഫിൽ ഉണ്ടായിരുന്നു, ലിംഫോസൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തന്നതിൽ ന്യൂട്രോഫിൽ ഒഴിവാക്കി പകരം ലിംഫോസൈറ്റാണ്. അപ്പോൾ 5 WBCയുടെയും ധർമ്മം നമ്മൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ബേസോഫിൽ സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽ. ഈസിനോഫിൽ എന്ത് ചെയ്യുന്നു? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. വീങ്ങൽ പ്രതികാരത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് നമ്മൾ കണ്ടു, എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ജെയിംസ് വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് ഐഡൻറ്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയ്സ് ജെയിംസ് സ്പെസിഫിക് ഡിഫൻസിനെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള കോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ. അവ 2 തരമുണ്ട്, നമ്മൾ പഠിച്ചു. ടി ലിംഫോസൈറ്റ് ആൻഡ് ബി ലിംഫോസൈറ്റ്. അവ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഓക്കെ. മോഡൽ എക്സാമിനേഷൻ മറ്റൊരു ചോദ്യമാണ്. Analyze the statement given below and answer the questions. When pathogens enter, body temperature rises. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ചോദ്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. രോഗാണുക്കൾ പ്രവേശിക്കുമ്പോൾ ശരീര താപനില ഉയരുന്നു. ഇതൊരു പ്രതിരോധ പ്രവർത്തനമാണ്. 3 ചോദ്യങ്ങളാണുള്ളത്. വാട്ട് ഈസ് ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി? Why does body temperature rise when pathogens enter the body? Rise in body temperature is considered as a defense mechanism. Why? ഇതിൽ എ എന്ന് പറയുന്ന ചോദ്യമാണ് പുതിയതായി നമ്മൾ കാണുന്നത്. മറ്റു 2 ചോദ്യങ്ങളും ആവർത്തനമാണ്, മുമ്പ് നമ്മൾ കണ്ടതാണ്. ഓക്കെ. അപ്പോൾ ആദ്യമായി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് നമുക്കറിയാം. 37°C അഥവാ 98.6 ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. അടുത്ത നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എങ്ങനെയാണ് ഈ WBC അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് എങ്ങനെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? ദ പ്രസൻസ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാത്തജൻസ് സ്റ്റിമുലേറ്റ്സ് ദ വൈറ്റ് ബ്ലഡ് സെൽസ്.
ദ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈറ്റ് ബ്ലഡ് സെൽസ് റൈസസ് ദ ബോഡി ടെമ്പറേച്ചർ. രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കൾ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ശരീര താപനില ഉയരാൻ കാരണമായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ശരീര താപനില ഉയരുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുകയും ഫാഗോസൈറ്റോസിസിന്റെ ഫലപ്രാപ്തി കൂട്ടുകയും ചെയ്യുന്നു. കൂടുതലായി പറയുന്നില്ല, പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്ത SLC എക്സാമിനേഷന് വന്ന 2020 വന്നൊരു ചോദ്യമാണ്. ഇൻ പ്ലാന്റ്സ് വിച്ച് ഈസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് പ്രിവെന്റ്സ് ദ ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ഫ്രോം എൻട്രിങ് സെൽ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. സസ്യങ്ങളിൽ കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്ഥലത്തുള്ള പ്രവേശനം തടയുന്ന രാസഘടകം ഏതാണ്? ദ ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ആർ പ്രിവെന്റഡ് ഫ്രം എൻട്രിങ് ത്രൂ ദ സെൽ മെംബ്രെയിൻ ബൈ കാലോസ്, എ പോളിസാക്കറൈഡ് ഫോംഡ് ഇൻ ദ സെൽ വാൾ. അല്ലേ, അതിന് ഉത്തരം കാലോസ് എന്ന് മാത്രമാണെങ്കിലും കൂടുതൽ വിശദീകരിച്ച് പറയുന്നത് വ്യക്തമായി മനസ്സിലാവാനാണ്. കോശഭിത്തിയിൽ തന്നെ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്കറൈഡ് ആണ് ആ വഴിക്ക് എത്തുന്ന രോഗാണുക്കളെ പിന്നീട് കോശതലത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നത്. അതുപോലെ തന്നെ വന്ന മറ്റൊരു ചോദ്യമാണ്. ദ ഫങ്ഷൻസ് ഓഫ് ദ സെൽസ് സ്പെസിഫിക് ഡിഫൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. ഐഡന്റിഫൈ 1, 2, 3 and 4. അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? നമ്മൾ പഠിച്ചത് തന്നെയാണ്. ലിംഫോസൈറ്റ്സ് ഒരു തരം ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റുകൾ. അതിനിപ്പുറത്ത് വരുന്നത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി ടി ലിംഫോസൈറ്റുകളുടെ താഴെ വരേണ്ടത് മെച്യൂർസ് ഇൻ ദ ബോൺ മാരോ. അതായത് ഇപ്പുറത്ത് വരുന്നത് മെച്യൂർസ് ഇൻ ബോൺ മാരോ ആണ്. കൂടുതലായിട്ട് അസ്ഥിമജ്ജയിൽ വെച്ചാണ് പാകമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടി ലിംഫോസൈറ്റുകൾ എവിടെ വെച്ചാണ് പാകമാകുന്നതാണ് 2 വരേണ്ടത്. ഇനി അവയുടെ ധർമ്മം തന്നിരിക്കുന്നു. ടി ലിംഫോസൈറ്റുകൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. 3 ധർമ്മങ്ങളിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ മറ്റേ ലിംഫോസൈറ്റ് ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. അതിന് പുറമെ ഓരോ ധർമ്മം കൂടിയാണ് നമുക്ക് ചേർക്കാനുള്ളത്. നമുക്ക് പെട്ടെന്ന് പറയാം. അതായത് ഒന്നാമത് നമുക്ക് അറിയാം എന്താണ് ടി ലിംഫോസൈറ്റുകൾ പോലെ തന്നെ ഉള്ള മറ്റൊരു ലിംഫോസൈറ്റുകളാണ് ബി ലിംഫോസൈറ്റ്സ്. ഇനി ഇത് അസ്ഥിമജ്ജയിൽ വെച്ച് അഥവാ ബോൺ മാരോയിൽ വെച്ചാണ് മെച്ചറാവുന്നത്. അങ്ങനെയാണ് എന്ത് പേര് കിട്ടിയത്? ബി ഫോർ ബോൺ മാരോ അല്ലെ. ബോൺ മാരോ ആണ് ബി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ടി ലിംഫോസൈറ്റുകൾ എവിടെ വെച്ചാണ് പാകമാകുന്നത്? അതിന് ഉത്തരം എന്താണ്? മെച്ചറിൻ തൈമസ്. തൈമസ് എന്ന വാക്കിൽ നിന്നാണ് ടി എന്ന വാക്ക് കിട്ടിയത്, അക്ഷരം കിട്ടിയത്. തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകമാകുന്നു. മൂന്നാമതായി ധർമ്മം അല്ലേ. നമുക്ക് ഒരു ധർമ്മം തന്നിട്ടുണ്ട്. ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മം ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്നു. അതിന് പുറമെ മറ്റൊരു ധർമ്മം കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഡിസ്ട്രോയ് ദ സെൽസ് അഫക്റ്റഡ് ബൈ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. മറ്റു ധർമ്മം കൂടിയുണ്ട്, പഠിക്കണം, ശ്രദ്ധിക്കുക. ധാരാളം ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിരിക്കുന്നു. ഇനി എന്താണ്? അതുപോലെ തന്നെ ബി ലിംഫോസൈറ്റുകളുടെ മറ്റൊരു ധർമ്മമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദെയർ സെൽ മെംബ്രെയിൻ. ബാക്ടീരിയയുടെ കോശസ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പലതും ആവർത്തിച്ചു വരുന്നത് ശ്രദ്ധിക്കണം, കൂടുതലായി പഠിക്കണം. അടുത്തായി മറ്റൊരു ചോദ്യം, കഴിഞ്ഞ വർഷം വന്ന മറ്റൊരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ഹൗ ബോഡി വിൽ റിയാക്ട് ടു ദ സിറ്റുവേഷൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. 2 സിറ്റുവേഷൻ തന്നിരിക്കുന്നു. എ ഫോറിൻ ആൻറ്റിജൻ റീച്ചസ് വൺസ് ബ്ലഡ്. അതായത് ഒരു സാഹചര്യം എന്താണ്? ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തുന്നു അല്ലെ. രക്തത്തിലെ ആൻറ്റിജനുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ദ കമ്പോണൻസ് ഓഫ് വാക്സിൻസ് എൻ്റർ ദ ബോഡി. വാക്സിനുകൾ, ഒരാളുടെ വാക്സിനേഷൻ എടുക്കുന്നു, ആ വാക്സിനുകളിലെ ഘടകങ്ങൾ ശരീരത്തിലെത്തുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കും? അപ്പോൾ ആദ്യമായി നമുക്ക് ഒരു രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത മറ്റൊരു ആൻറ്റിജൻ എത്തിയാൽ എന്തുണ്ടാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് ഒന്നുകൂടി പറയാം. വെൻ എ ഫോറിൻ ആൻറ്റിജൻ റീച്ചസ് വൺസ് ബ്ലഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഡിഫൻസ് മെക്കാനിസം. ഓൺ റിസീവിംഗ് അൺമാച്ചിങ് ബ്ലഡ് ദ ആൻറ്റിജൻ പ്രസൻറ്റ് ഇൻ ദ ഡോണേഴ്സ് ബ്ലഡ് and the antibody present in the recipient's blood will react with each other and form a blood clot. അതായത് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രക്തം സ്വീകരിക്കുന്ന ആളുടെ, അതായത് സ്വീകർത്താവിൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ഈ ക്ലോട്ടിങ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് AB ഗ്രൂപ്പുകാർക്ക് ആരുടെയും രക്തം സ്വീകരിക്കാൻ സാധിക്കുന്നത്. AB ഗ്രൂപ്പിലുള്ളവർക്ക് ആൻറ്റിബോഡി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് ആൻറ്റിജൻ വന്നാലും അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. എന്നാൽ ആൻറ്റിബോഡി ഉള്ള ഒരാളെ സംബന്ധിച്ച് അതേ പേരിലുള്ള ഒരു ആൻറ്റിജൻ രക്തത്തിലേക്ക് വന്നാൽ രക്തം കട്ട പിടിക്കുന്നതിനും മരണം സംഭവിക്കുന്നതിനും കാരണമാകും. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായി, വാക്സിനുകളിലെ ഘടകങ്ങൾ ശരീരത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാക്സിൻസ്, നമുക്കറിയാം വാക്സിനുകൾ എന്താണ്? രോഗാണുക്കളുടെ ശരീരഭാഗങ്ങളോ നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കളോ അവയുടെ വിഷപദാർത്ഥങ്ങളോ ആണ് അല്ലേ. അപ്പോൾ ആ വാക്സിനുകൾ ആക്ട് ആസ് ആൻറ്റിജൻസ്. ഒരു ആൻറ്റിജനാണ് അല്ലേ, പുറമെന്ന് വരുന്നൊരു അന്യവസ്തുവാണ്. ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി.
രണ്ടിലും നടക്കുന്നത് എന്താണ്? സ്റ്റിമുലേഷൻ ഓഫ് ഡിഫൻസ് മെക്കാനിസം. ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ഇൻ ദ ബോഡി അഗേൻസ്റ്റ് ദം. These antibodies are retained in the body, which in future protects the body from the pathogen responsible for the same disease. അല്ലേ, അതാണ് വാക്സിനേഷൻ്റെ ഒരു ഗുണം അല്ലേ. എന്താണ്ടാവുന്നത്? വാക്സിനുകൾ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നു. ഇവയ്ക്കെതിരെ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ആൻറ്റിബോഡികൾ ശരീരത്തിൽ നിലനിൽക്കുകയും ഭാവിയിൽ ഇതേ രോഗത്തിന് കാരണമായ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വാക്സിനുകൾ നമുക്ക് പിന്നീട് ആ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാൻ സാധിച്ചത്. പല ചോദ്യങ്ങളും ആവർത്തനമാണ് നമ്മൾ കണ്ടു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. നല്ല രീതിയിലാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ഏകദേശം പാഠഭാഗത്തിലെ എല്ലാ ഭാഗത്തിലൂടെയും കടന്നുപോയി എന്ന് കരുതുന്നു. എങ്കിലും നല്ലൊരു രീതിയിലുള്ള ഒരു വിശകലനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ പലതരത്തിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും വീഡിയോ പലതവണ കാണുക, നന്നായി മനസ്സിലാക്കുക, കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. നന്ദി.